വെൽക്കം ബാക്ക് ടു സൈക്കോ ക്രിക്കറ്റ്. അപ്പോൾ ഇന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ IPL 2025 18ാം സീസണിലെ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ലക്നൗ സൂപ്പർ ജയൻസും അതുപോലെ മുംബൈ ഇന്ത്യൻസും തമ്മിലാണ്. അപ്പം നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ എടുത്താൽ ഈ പ്രാവശ്യത്തെ ഒരു മികച്ച ഒരു ടീമെന്ന് പറയാൻ സാധിക്കുന്നൊരു ടീം തന്നെയാണ്. ആ പേര് തന്നെ, അവരുടെ ടീമിലുള്ള ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ പേര് തന്നെ കേട്ടാൽ ഒരു അത്യാവശ്യം അവരുടേതായ പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയ പ്ലെയേഴ്സാണ്. സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, അതുപോലെ തന്നെ രോഹിത് ശർമ്മേനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹമൊക്കെ തെളിയിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ആരും ഫോമിനോട് ഒത്തുയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇപ്പോഴും ആ ടീം കാണുമ്പം എല്ലാവരും ഒന്ന് ഭയപ്പെടും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ബോളിംഗ് ഡെപ്ത്ത് നമ്മൾ നോക്കിയാൽ തന്നെ അതിൽ മനസ്സിലാവും. അശ്വിനി കുമാർ എന്ന പഞ്ചാബിലൊരു ഡൊമസ്റ്റിക് പ്ലെയർ തീർച്ചയായും തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളിയായ വിഘ്നേഷ് പുത്തൂറിന് ഇത്തവണ അവസരം കിട്ടുമോ എന്നറിയില്ല. കിട്ടിയ മുംബൈ കളിച്ച 3 മത്സരം 2 മത്സരം അവസരം കിട്ടിയിരുന്നു. അതിൽ 2 മോശമല്ലാത്ത രീതിയിലുള്ള പ്രകടനം നടത്തി. അതിൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചിൽ 3 വിക്കറ്റും, അശ്വിനി കുമാർ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത. കാരണം ഡെബ്യൂ മത്സരത്തിൽ 4 വിക്കറ്റും മാൻ ഓഫ് ദ മാച്ച് നേടി അദ്ദേഹത്തെ പുറത്തിരുത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ എന്തൊക്കെയാണെങ്കിലും ബോളിങ്ങിലും ബാറ്റിങ്ങിലും നല്ല രീതിയിൽ തിളങ്ങുന്ന ഹാർദിക് പാണ്ഡ്യയും ടീമിന് നല്ല രീതിയിലുള്ളൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അവരുടെ ടീം ഓപ്പണിംഗ് ജോഡി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ ഒരു ഫോമില്ലായ്മയാണ് ടീമിനെ ഒരാശങ്കയിലാഴ്ത്തുന്നത്. പിന്നെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും 6 സീറ്റിംഗ് എബിലിറ്റിയുള്ള ഒരുപാട് പ്ലെയേഴ്സുള്ള ഒരു ടീമാണ് മുംബൈ. ഗ്രൗണ്ട് കൂടി ഒരു ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിൽ നല്ലൊരു റൺ മഴ തന്നെ മുംബൈക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഫോമില്ലായ്മ ഈ അടുത്തിടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിലും പുള്ളിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ പുള്ളി നല്ല രീതിയിൽ ഫോമാകുമെന്ന് തന്നെ കരുതാം. കാരണം അവസാന മത്സരത്തിൽ പുള്ളി നല്ലൊരു സ്ട്രൈക്ക് റേറ്റോടുകൂടി കളിച്ച് ടീമിന് ഒരു പുതുജീവൻ പങ്കുവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇൻ്റർനാഷണൽ ക്യാപ്റ്റൻ, ഈ T20 ക്യാപ്റ്റനാണ് അദ്ദേഹം. പക്ഷേ IPL അദ്ദേഹം ക്യാപ്റ്റൻ അല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പിന്നെ അതുപോലെ നമ്മൾ ലക്നൗ സൂപ്പർ ജയൻസിന് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവരുടെ ഈ വർഷത്തെ പെർഫോമൻസ് വളരെ മോശം തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു ടീം കോമ്പിനേഷൻ ഉണ്ടായിട്ടും അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ അവരുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്തിന് കഴിഞ്ഞില്ല. ഋഷഭ് പന്ത് ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗ് പ്രകടനം കൊണ്ടും വളരെയധികം മോശം വരുത്തുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഒരു ഇന്ത്യയുടെ നമ്പർ 1 വിക്കറ്റ് കീപ്പർ എന്നൊക്കെയാണ് ഋഷഭ് പന്ത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 27 കോടി, അതായത് IPL ചരിത്രത്തിൽ കോഹ്ലിക്ക് പോലും ധോണിക്ക് പോലും കഴിയാത്ത അത്രയും വലിയൊരു എമൗണ്ട് തുകയ്ക്ക് സെലക്ട് ആവുകയും എന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കോടി രൂപയുടെ കളിയെങ്കിലും കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കും വരികയാണ്. അപ്പം ഇനിയുള്ള കളികളെങ്കിലും അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസും തീർച്ചയായും ടീമിനൊരു ബാധ്യത ആവുക മാത്രമാണ് ചെയ്യുക. മാത്രമല്ല ടീമിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് ഏറെ നെഗറ്റീവായി ടീമിനെ ബാധിക്കുകയും ചെയ്യും. ഇന്നത്തെ മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും മുംബൈക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. എന്നിരുന്നാലും മുംബൈ നല്ല രീതിയിൽ അവരെ മുംബൈയെ നല്ല രീതിയിൽ കളിക്കാൻ അനുവദിച്ചാൽ തീർച്ചയായും മുംബൈ ജയിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ത്തി മുംബൈ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കാനായെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിന് പ്രതീക്ഷയുണ്ട്. ഇനി അഥവാ മുംബൈ സെക്കൻഡ് ബാച്ച് ആണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസ് നല്ലൊരു ടോട്ടൽ ബിൽഡ് ചെയ്ത് വെക്കേണ്ടതിന് വരും. കാരണം ഇന്നത്തെ പിച്ച് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫ്ലാറ്റ് ട്രാക്ക് ആവാനാണ് സാധ്യത. അപ്പം നല്ലൊരു രീതിയിലുള്ള റൺസ് ഒഴുകണം. അതിന് ഈ നിക്കോളസ് പൂരനും മിച്ചൽ മാഷും മാത്രം മെനക്കെട്ടാൽ പോരാ. ബാക്കിയുള്ള പ്ലെയേഴ്സും കൂടി നല്ല രീതിയിലുള്ളൊരു പിന്തുണ നൽകിയാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ.